പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. ഇന്ന് ഉത്രാട സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ദേ രാവിലെ എണീറ്റ് ഞാൻ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഉത്രാടമായിട്ട് ദേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പൂവൊക്കെ ഇട്ടിട്ടുള്ളത്. കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. ഞാൻ എങ്ങനെയൊക്കെയോ വരച്ച് വന്നപ്പോൾ അവസാനം ഇങ്ങനെയായി വന്നു കേട്ടോ. അറിയില്ല, ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ വേറെ ആയിരുന്നു, പക്ഷേ വരച്ച് വന്നപ്പോൾ വേറെ ആയി പോയി. എന്നാലും കുഴപ്പമില്ല, ഉള്ള പൂ കൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ മുകളിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകതായിട്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ മക്കളൊക്കെ എണീറ്റുണ്ട്. അവരുടെ കൂലിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടന്മാരായിട്ടുണ്ട് നമ്മുടെ അച്ചൂടിനും കിച്ചൂടിനും. കിച്ചൂടിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ രണ്ടാളും പുതിയ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. രണ്ടാൾക്കും അവരുടെ അച്ഛമ്മ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇട്ടുള്ളത്. ദേ നമ്മുടെ കിച്ചൺ ഇവിടെ സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവൻ്റെ ഡ്രസ്സ്. എനിക്ക് ഈ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ട്, അവൻ്റെ മുഖത്തിന് നല്ല ചേർച്ചയുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവനൊരു ഹായ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൂട്ടിൻ്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ അച്ചൂട്ടിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ അച്ചൂട്ടിൻ്റെ ഫോട്ടോ എടുക്കലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാളുടെയും ഒപ്പമുള്ള ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് രണ്ടാളുടെയും വെവ്വേറെ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അച്ചൂട്ടിന് ഇതേ വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. ഏട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവൻ്റെ ഫോട്ടോ എടുക്കുന്നത്. ചിരിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ചിരിച്ച വേറെ ഇതിലൊക്കെ ആയിപ്പോവും. അപ്പോൾ ചിരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ദേ ഏട്ടനെ അനിയനും കൂടിയിട്ട് കളിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ കിച്ചണിന് കുറേ കളിപ്പാട്ടങ്ങൾ കിട്ടി. നമ്മുടെ അച്ഛൻ്റെ കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ വന്നപ്പോൾ തൊട്ട് അവൻ ആ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കുകയാണ് കേട്ടോ നമ്മുടെ കിച്ചൂട്ടൻ. അപ്പോൾ ദേ അച്ഛനും കൂടിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ദേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എല്ലാവർക്കും സുഖല്ലേ? പിന്നെ നിങ്ങളുടെയൊക്കെ ഓണം ഏതുവരെ ഗൈസ്? എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കൂ. അപ്പം നമ്മുടെ ഉത്രാടത്തിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലെ നമുക്ക് പഴം പുഴുങ്ങിയതും പപ്പടമായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കഴിക്കുന്നത്. ഞാനങ്ങനെ പഴം പുഴുങ്ങിയത് അങ്ങനെ കഴിക്കാത്ത ആളാണ്, പക്ഷേ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി കുറച്ച് നേരം എന്നെ ഒന്ന് കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഉത്രാടത്തിൻ്റെ അന്നത്തെ വേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വലിയ രീതിയിൽ ഒരുങ്ങിയിട്ടൊന്നുമില്ല, ഉത്രാടമല്ലേ, അപ്പോൾ വലിയ ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ അവിടെ ഏട്ടൻ ഇരിക്കുന്നുണ്ട്. ഏട്ടൻ ഞാൻ കുറേ വിളിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഈ ക്യാമറയിൽ നോക്കാമെന്ന് പറഞ്ഞാലൊന്നും ഇഷ്ടമല്ല, എന്നാലും നോക്കുന്നുണ്ട്. കിച്ചിട്ട് എന്തേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ വീട്. ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ കുറേ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് ഏട്ടൻ്റെ വീട്. അപ്പുറത്ത് ഇതേ ഒരു മീൻകുളം ഉണ്ട് കേട്ടോ. അതിൽ മീൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കിയിട്ടില്ല. പിന്നെ ഇത് അനിയൻ്റെ വീടാണ്. പണികളൊക്കെ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറ്റി അടിക്കുന്നതിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ വീട് കേട്ടോ. ഞാൻ മുന്നേ ഈ ഒരു വീടിൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ കിച്ചണിന് അവിടെ പാപ്പ കഴിക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് തോന്നുന്നു. അമ്മ പാപ്പ പാപ്പ പറഞ്ഞിട്ട് കുറേ നേരമായിരുന്നു ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവന് ചിപ്സ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിച്ചൂട്ടൻ. അപ്പോൾ അതേ വിളിച്ചപ്പോഴേക്കും വരുന്നുണ്ട് കേട്ടോ. വിളിച്ചാൽ വേഗം വരും വീഡിയോ എടുക്കാനാണെങ്കിൽ. അവന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇയാൾ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനി ഒരു ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഹായ് ബായ് ഒക്കെ ഒപ്പം തന്നിട്ട് ആൾ പോവുകയാണ്. ഇനി നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ ഉത്രാടല്ലേ, അപ്പോൾ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിളക്കത്തൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി സദ്യ കഴിക്കാൻ പോവുകയാണ്. ഏട്ടൻ അപ്പുറത്തിരിക്കുന്നുണ്ട്, ഏട്ടനെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതേ അച്ചൂടിനും കിച്ചൂടിനും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും മേലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ കറികളെല്ലാം വിളമ്പിയിട്ടൊന്നുമില്ല, അവരങ്ങനെ എല്ലാം കഴിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടത് മാത്രം വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ അതേ കിച്ചൂട്ടൻ ഇരിക്കുന്നത് കണ്ട നല്ല രസമുണ്ട് കേട്ടോ. കാലൊക്കെ നീട്ടിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അച്ചൂട്ടൻ രണ്ട് കൈ കൊണ്ടും കഴിക്കുന്നുണ്ട്. ഇനി രണ്ട് കൈ കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ അതും കൊണ്ടും കഴിക്കും കേട്ടോ. അങ്ങനെയാണ്, അവന് ഒന്നും പൊട്ടിച്ചാൽ കിട്ടണില്ല. അങ്ങനെ പപ്പടം ഇതാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ ഇരിക്കുകയാണ് കേട്ടോ. രണ്ടാളും പിന്നെ ചോറ് അങ്ങനെ തൊടുന്നില്ല എന്ന് കണ്ടപ്പോൾ ശരി ഞാൻ തന്നെ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അച്ചൂട്ടനാണ് ആദ്യം വാരി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാൻ നിന്നപ്പോൾ അച്ചൂട്ടൻ വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനുള്ളത് ഒരു വായ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് നമ്മുടെ കിച്ചൂടിനും ഈ പറഞ്ഞ പോലെ ചോറൊന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവനും വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഉത്രാടത്തിൻ്റെ അന്ന് നിങ്ങൾ മീനൊക്കെ കഴിക്കുന്നുള്ളത്, അതിനെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അവന് ചോറ് കൊടുക്കണം. അപ്പോൾ അവന് ചോറ് കഴിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പുറത്ത് മിഠായി ഉണ്ട്, അത് കഴിക്കാനാണ് ആൾക്ക് കൂടുതൽ ധൃതി ഉണ്ടായിരുന്നത്.
അതിനുശേഷം ഞാൻ ദേ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ഓണസദ്യ, ഉത്രാട സദ്യ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ. അധികം വിഭവങ്ങളൊന്നും ഇല്ല, കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൽ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മീൻ വറുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ വറുത്തതുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്താണ് കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ ഉത്രാടത്തിൻ്റെ എന്തൊക്കെ മീൻ വറുത്തതൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊക്കെ ആ സമയത്ത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഓണത്തിന് ഇവിടെ മീനൊക്കെ കഴിക്കുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്ത്, നമ്മുടെ ഈ ഒരു പാലക്കാട് ഭാഗത്ത് അവരൊക്കെ അങ്ങനെ മീനൊക്കെ കഴിക്കും തോന്നുന്നു ഉത്രാടത്തിൻ്റെ അന്ന്. പക്ഷെ വിളക്കത്ത് വിളമ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വിളക്കത്ത് വിളമ്പില്ല, നമുക്ക് കഴിക്കാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ മീനൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഉത്രാട സദ്യ, ഓണസദ്യ കഴിക്കുകയാണ് കേട്ടോ. സദ്യയുടെ ഇപ്പോൾ ഈ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ് സേമിയ പായസം. അപ്പോൾ അതേ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് സേമിയ പായസം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദേ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ എവിടേക്കല്ല, ഞങ്ങൾ വന്നിട്ടുള്ളത് അനങ്ങന്മല എന്ന് പറയും. ഇതൊരു എക്കോ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉത്രാടമായിട്ട് വൈകുന്നേരം എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ഇട്ടപ്പോൾ വിചാരിച്ചു ഇങ്ങോട്ട് തന്നെ വരാമെന്നുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ വരാൻ പറ്റിയത്. ഇത് വലിയൊരു മലയാണ് കേട്ടോ, ഫുൾ പാറയാണ്. അപ്പോൾ കയറുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം കുറേ സ്റ്റെപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും കൊണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റെപ്പുകൾ കയറാൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ മുകളിലെത്തിപ്പെട്ടു. അപ്പം മുകളിലെത്തിയപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഒരു പോയിട്ട് ഇരുന്നു കേട്ടോ. നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക് പോലെ അവർക്ക് കളിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ അച്ചൂട്ടൻ്റെ ഈ ഒരു ഇതിലാണ് ഇരുന്നത്. അപ്പോൾ അവനവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൂട്ടിനും അപ്പുറത്തെ അതേപോലെ ഇരിക്കാൻ പോയി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കിച്ചൂട്ടിനെ ഇരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികൾ, ഫുൾ ഫാമിലി, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഓണൊക്കെ ഇട്ട് വരുന്നതായിരിക്കാം. കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ദേ അച്ഛനും മകനും കൂടിയിട്ട് കളിക്കുന്നതാട്ടോ നിങ്ങൾ കാണുന്നത്. അച്ഛനൊരു ഭാഗത്തിരിക്കുന്നുണ്ട്, മകൻ അപ്പുറത്തൊരു ഭാഗത്തിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കളി കഴിഞ്ഞതിന് ശേഷം ദേ ഒരു ഭാഗത്ത് നമ്മുടെ കിച്ചൂട്ടിനെ ഇരുത്തിയിട്ടുണ്ട്. അവൻ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഇരുത്തി. പിന്നെ അപ്പുറത്ത് നമ്മുടെ അച്ചൂട്ടിനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് അച്ചൂട്ടിനെ ഏട്ടനും പിടിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് കിച്ചൂട്ടിനെ ഞാനും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെ കളിക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ ഇതുണ്ട് കേട്ടോ, ഊഞ്ഞാൽ, പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇവരൊക്കെ എന്നെ പേടിപ്പിച്ച്, പാറയാണ്, കയറാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും, ഫുൾ പാറയിൽ കയറണം, അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത് ഞാൻ. പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് അതല്ല, നമ്മൾ കുറച്ച് കയറുന്ന കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വ്യൂ ഒക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കളേനൊക്കെ കൊണ്ട് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വന്ന് വൈകുന്നേരം ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്നുണ്ട്, ഇരുന്നിട്ട് ഇതാക്ക്. മാറി കുട്ടികളുടെ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതേ ഈ ഒരു കൂണിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിരുന്നു കേട്ടോ. അവിടെ വന്നിരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. കുറേ ഫോട്ടോസ് എടുത്തു. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റും അതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല വ്യൂവും കാണാൻ പറ്റും. കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും പിന്നെ 6 മണി ആയിട്ടോ. 6 മണി വരെ നമുക്ക് ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. 6 മണി ആയപ്പോഴേക്കും നമ്മളോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ പോകുന്ന ഭാഗത്ത് തന്നെ നമുക്കിതുപോലെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട്.